നമസ്കാരം. കേരള വാർത്ത ഓൺലൈനിലേക്ക് സ്വാഗതം. വാർത്തകളുമായി ഞാൻ രേവതി. തിരുവനന്തപുരം കൊഴുപ്പുമാറ്റൽ ശസ്ത്രക്രിയയെ തുടർന്ന് യുവതിയുടെ 9 വിരലുകൾ മുറിച്ചു മാറ്റേണ്ടി വന്ന സംഭവത്തിൽ സംസ്ഥാന മെഡിക്കൽ ബോർഡ് സമർപ്പിച്ച റിപ്പോർട്ടിൽ വ്യക്തത തേടി കഴക്കൂട്ടം പോലീസ്. ആശുപത്രിയുടെ ഭാഗത്തു നിന്നും ചികിത്സയിൽ ബോധപൂർവമായ വീഴ്ച വന്നിട്ടില്ലെന്നാണ് പോലീസിന് നൽകിയ റിപ്പോർട്ടിൽ സംസ്ഥാനതല മെഡിക്കൽ ബോർഡ് പറയുന്നത്. യുവതിയുടെ ഭർത്താവിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ തുമ്പ പോലീസ് ഡോക്ടർക്കെതിരെ കേസെടുത്തിരുന്നു. യുവതിക്കും കൃത്യമായ ചികിത്സ നൽകിയിട്ടുണ്ടെന്നാണ് രേഖകൾ വ്യക്തമാക്കുന്നതെന്നാണ് ബോർഡിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. ആശുപത്രി ക്രിമിനൽ കുറ്റം ചെയ്തിട്ടില്ലെന്നും നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് യുവതിക്ക് ബന്ധപ്പെട്ട കോടതിയിൽ സിവിൽ കേസ് നൽകാമെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു. അതേസമയം തുടർ നടപടിക്ക് ആവശ്യമായ തരത്തിൽ വ്യക്തമായ വിവരങ്ങൾ റിപ്പോർട്ടിലില്ലെന്നാണ് പോലീസിന്റെ നിലപാട്. ഇതോടെയാണ് മെഡിക്കൽ ബോർഡിന്റെ അംഗങ്ങളെ നേരിട്ട് കണ്ട് വിവരങ്ങൾ ചോദിച്ചറിയാൻ തീരുമാനിച്ചതെന്നും കഴക്കൂട്ടം SP പറഞ്ഞു. ബോർഡിലെ അംഗങ്ങളുടെ സമയം ചോദിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. യുവതിയുടെ ശസ്ത്രക്രിയയ്ക്ക് ശേഷം വിദഗ്ധ ചികിത്സയ്ക്കായി മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റുന്നതിൽ താമസമുണ്ടായി എന്ന് ജില്ലാതല മെഡിക്കൽ ബോർഡ് കണ്ടെത്തിയിരുന്നു. എന്നാൽ സംസ്ഥാന മെഡിക്കൽ ബോർഡ് റിപ്പോർട്ടിൽ ഇതേക്കുറിച്ച് പരാമർശമില്ല. വിഷയത്തിൽ യുവതിയുടെ കുടുംബം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഫെബ്രുവരി 22-നാണ് കഴക്കൂട്ടം കുളത്തൂർ തമ്പുരാൻമുക്കിലെ കോസ്മെറ്റിക് ആശുപത്രിയിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ യുവതി കൊഴുപ്പ് നീക്കാനുള്ള ശസ്ത്രക്രിയ നടത്തിയത്. പിറ്റേന്ന് ക്ഷീണമുണ്ടെന്ന് അറിയിച്ചെങ്കിലും ഡോക്ടർമാർ കാര്യമായി എടുത്തില്ല. 24-ന് സ്ഥിതി വഷളായതിനെ തുടർന്ന് ക്ലിനിക്കിലെത്തിച്ചു. രക്തസമ്മർദ്ദം കുറഞ്ഞെന്നറിയിച്ച് ക്ലിനിക്കിലെ ഡോക്ടർ നഗരത്തിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. തുടർന്ന് ഹൃദയാഘാതം ഉണ്ടായെന്നും തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് മാറ്റിയെന്നും ബന്ധുക്കളെ അറിയിക്കുകയായിരുന്നു. ആന്തരിക അവയവങ്ങളിലെ അണുബാധയെ തുടർന്ന് 21 ദിവസം യുവതി വെന്റിലേറ്ററിൽ ചികിത്സയിലായിരുന്നു. പിന്നീട് ഇവരുടെ ഇടതുകാലിലെ 5-ഉം ഇടത് കൈയിലെ 4 വിരലുകൾ മുറിച്ചു മാറ്റേണ്ടി വന്നു. ഇപ്പോഴും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളാണ് യുവതി നേരിടുന്നതെന്ന് കുടുംബം പറയുന്നു. കേരള വാർത്ത ഫേസ്ബുക്ക്, ഇൻസ്റ്റ, യൂട്യൂബ് എന്നിവ ഫോളോ ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക.